നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അങ്ങനെയുള്ള അവളുടെ കയ്യിൽ നിന്ന് ഇത് തിരിച്ചു സ്വന്തമാക്കാൻ നമുക്ക് എന്ത് വഴിയും സ്വീകരിക്കാം. ആരും ഒരു തെറ്റും പറയില്ല. എന്നാലേ അമ്മ പോയി ചോദിച്ചു നോക്ക്, കിട്ടുമെന്ന് അറിയാലോ. ഞാനല്ല, നീ വേണം ചോദിക്കാൻ. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലമ്മേ. അത്രയ്ക്കൊന്നും തരം താഴാൻ എന്നെ കിട്ടില്ല. നിനക്കും കൂടി അവകാശപ്പെട്ട വീടാ മോളെ ഇത്. ആ വീടല്ലേ അച്ഛനെ ഏട്ടത്തേക്ക് എഴുതി കൊടുത്തത്. എന്നെ ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ എന്നെ ഓർക്കാതെ അച്ഛൻ അങ്ങനെ ചെയ്തത്. അച്ഛൻ തരാത്തത് വളഞ്ഞ വഴിയിലൂടെ സ്വന്തമാക്കാൻ ഞാൻ എന്തായാലും ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചോദിക്കില്ല ഏടത്തിയോട്. മോളെ, ഈ വീടും കൂടി പോയാ നമ്മൾ വഴിയാധാരാവും. ഇവിടെ നേട്ടത്തെ ആരെയും ഇറക്കി വിടാനൊന്നും പോകുന്നില്ല. ഇതുവരെ താമസിച്ചതുപോലെ ഇനി നമുക്കിവിടെ താമസിക്കാം. അവളുടെ ആട്ടും തുപ്പും സഹിക്കേണ്ടി വരും. അവള് നമ്മളെ ഭരിക്കും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മേ. അത്രയ്ക്ക് തരം താഴ്ന്നവളൊന്നും അല്ല ഏടത്തി. ഇവിടെ നിൽക്കണ്ട, വാ. ദേവിക വാ, താൻ വാ. വന്ന് വന്ന് വീട്ടിലും വരാൻ തുടങ്ങിയോ? ഇറങ്ങടി പുറത്ത്. എന്ത് ധൈര്യത്തിലടി നീ ഇവിടെ കാലുകുത്തിയത്? ദേവികേ, ഇരിക്കെ. നിന്നോട് പുറത്തു പോകാനാ പറഞ്ഞേ. അഴിഞ്ഞോട്ടൊക്കെ ഗേറ്റിന് പുറത്ത് മതി. ഞാൻ താമസിക്കുന്ന ഈ വീടിനകത്ത് ഞാൻ സമ്മതിക്കില്ല. അതെ, എന്റെ ഗസ്റ്റാ ദേവിക. ഞാൻ വിളിച്ചിട്ടാ വന്നത്. എന്റെ അതിഥികളോട് ഇതുപോലെ സംസാരിക്കാൻ നിനക്ക് ആരുടെ അധികാരം തന്നത്? ആ, അങ്ങനെ അങ്ങോട്ട് ചോദിക്കണ സിദ്ധു അങ്ങോട്ട്. ഇവളാരാ വരുന്നവരുടെയും പോകുന്നവരുടെ ഒക്കെ കണക്കെടുക്കാൻ? അവകാശമല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്. ഞാൻ പറഞ്ഞത് അതെന്താണെന്ന്. ഈ നിൽക്കുന്ന സിദ്ധുവിന്റെ ഭാര്യയാണ് ഞാൻ. അതുപോലെ അവകാശമായിട്ട് പോരേന്ന്. പോരാ. ഭാര്യയാണ് ഭർത്താവാണെന്ന് വിളിച്ച് പറയുന്നത് മാത്രം പോരാ, അത് തെളിയിക്കുകയും വേണം. സിദ്ധുവിന്റെ ഭാര്യ നീയാണെന്നാണല്ലോ നിന്റെ വെപ്പ്. അങ്ങനെയാണെങ്കിലേ അവൻ കെട്ടിയ താലി നിന്റെ കഴുത്തിൽ കാണുമല്ലോ. എവിടെ? അതൊരു ചോദ്യമാണ്. ഞാൻ കെട്ടിയ താലി പ്രേമയുടെ കഴുത്തിലുണ്ട്. സുധി കെട്ടിയ താലി ദേവികയുടെ കഴുത്തിലുണ്ട്. കുഞ്ഞളിയൻ കെട്ടിയ താലി എവിടെ? എന്താ ചന്ദ്രേ, നിന്റെ നാവിറങ്ങിപ്പോയോ? ഭാര്യയാണെങ്കിൽ കാണിക്ക് താലി. ഇല്ല അല്ലേ? അയ്യോ, കെട്ടി അന്ന് തന്നെ വലിച്ചെറിഞ്ഞപ്പോ ഓർത്തില്ലല്ലേ ഇങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ വരുമെന്ന്. ഓ, നാണോ ഇല്ലല്ലോ ദേവിക വരുമ്പോ മാത്രം ഭാര്യയായിട്ട് ചമയാൻ. ഞാൻ ആരുടെ അവകാശങ്ങൾ തട്ടിയെടുക്കാൻ വേണ്ടി വന്നതൊന്നല്ല ചന്ദ്രൻ.